വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിനെതിരെ നടപടി. ബെയിലിൻദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ബെയിലിൻദാസ് ബാർ കൌൺസിലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. സലാമി പുള്ളിക്കാരത്തെ ദേവോപദ്രവേൽപ്പിച്ചതിലേക്കാണ് മൊഴി എടുത്തിട്ടുള്ളത്. ബാക്കി നടപടി നിയമ നടപടികൾക്ക് പോട്ടെ. അവരെ ഉപദ്രവിച്ചു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. നല്ലപോലെ രണ്ട് വെള്ളത്തിൽ വീഴുന്നു. അത് വേറെ ആരും അവരെ ഓഫീസിലുള്ള ചെറിയ എന്തോ സംസാരിച്ചതിലുള്ള കാര്യമാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന ബാർ അസോസിയേഷന് ബോധ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ വളരെ പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് പോയത്? അപ്പം തന്നെ പോലീസ് എന്ത് വിശദീകരണവുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? അനീഷ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജൂനിയർ അഭിഭാഷക ഷാംലി ജസ്റ്റിനെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിനെതിരെ ബാർ അസോസിയേഷൻ നടപടിയെടുക്കുകയും ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് ബെയിലിൻദാസിനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷാംലിയുടെ പരാതിയുടെ മൊഴിയെടുത്ത വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചത് വലിയതുറ സ്റ്റേഷനിലെ CI ആണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. ഇതിനകത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ ഒരു പ്രതികരണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ഇതിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതൊഴിച്ചാൽ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു ഘട്ടത്തിൽ പറയാനായിട്ട് തയ്യാറായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. അന്വേഷണ വിധേയമായിട്ട് ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് ഈ പറയുന്ന ബെയിലിൻദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അക്രമത്തിന് ഇരയായിട്ടുള്ള ഷാമിലിക്ക് എല്ലാവിധ നിയമസഹായങ്ങളും ചെയ്യും എന്നുള്ള കാര്യമാണ് അല്പസമയം മുമ്പ് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള പള്ളിച്ചൽ പ്രമോദ് പറഞ്ഞത്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷാമിലി. ഇന്നുച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ഓഫീസിൽ വെച്ച് ഷാമിലിക്ക് മുഖത്ത് സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിന്റെ പക്കൽ നിന്ന് ക്രൂരമായിട്ട് മുഖത്ത് അടിയേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്യേണ്ടി വന്നത്. മുഖത്ത് കാര്യമായി പരിക്കേറ്റ ഷാമിലി ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷാമിലിയുടെ മുഖത്തും അതുപോലെ ഇടത് കവിളിനോടും ചേർന്നും കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ഷാമിലി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഷാമിലി നേരത്തെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി ഷാമിലിയുടെ മൊഴി രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ ഈ പ്രതി ബെയിലിൻദാസ് ഒളിവിലാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാർ അസോസിയേഷൻ നടപടിയെടുക്കുന്നു, അതുപോലെ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു. ബെയിലിൻദാസ് ഒളിവിലാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള 3 വർഷമായിട്ട് ബെയിലിൻദാസിന് കീഴിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ജൂനിയർ അഭിഭാഷക ഷാമിലി ജസ്റ്റിനെയാണ് സീനിയർ അഭിഭാഷകനായിട്ടുള്ള പൂന്തുറ സ്വദേശി ബെയിലിൻദാസ് അതിക്രൂരമായിട്ട് മറ്റ് ജൂനിയർ അഭിഭാഷകർ മുന്നിൽ വെച്ച് മർദ്ദിച്ചത്. അനീഷ്.